പേടിക്കാനൊന്നുമില്ല, 1-2 ദിവസം കിടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ശരി, കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അച്ഛാ 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 വന്നില്ലേ? ഇല്ല, അവനെ ആരും ഇതൊന്നും അറിയിച്ചിട്ടില്ല. അറിയിക്കണ്ടെന്നാ എല്ലാരും കൂടി തീരുമാനിച്ചിരിക്കുന്നത്. അതെന്താ? അച്ഛാ, ദൈവത്തെ ഓർത്തവനെ വരുത്തരുത്. അവൻ ഇവിടെ വന്ന് ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ എന്താ പറഞ്ഞേ? ഉറക്കെഴുന്നേറ്റ് വെളിവേന്ന് ചോദിച്ചാ അവനെ വരുത്തണ്ട. ഒന്നാമത് ബോധവും പൊക്കണോ ഇല്ലാതെ ചേർക്കനാ. കണ്ടോ, ഇതാണോ വാസുകുട്ട അച്ഛനെ കാര്യഗൗരവവും ഇല്ല, കൊച്ചുവിന്റെ നാളത്തിന് തുള്ളിയാന്നൊക്കെ പറഞ്ഞത്? എന്തുണ്ട് ആശുപത്രി വിശേഷമൊക്കെ? തലയിൽ തുന്നിക്കെട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത്ര കാര്യമായിട്ടൊന്നുമില്ല, നാളത്തെ കഴിഞ്ഞ് പോരാന്നാ ഡോക്ടർ പറഞ്ഞത്. കൊച്ചുകുഞ്ഞിനെ അറിയിച്ചോ? കാര്യം ഇതൊക്കെയാണെങ്കിൽ കൊച്ചുകുഞ്ഞ് വന്നാലേ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ചുണ്ടം മുക്കിയതിനും വെല്ലിച്ചനെ തല്ലിയതിനും ഒക്കെ ആയിട്ട് വേറെ ഇനം തിരിച്ചു കൊടുത്തോളൂ. ഓ പിന്നെ കൊച്ചുകുഞ്ഞ്, അതിന് അവൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് വേണമല്ലോ. കൊച്ചുകുഞ്ഞ് വരും, വന്നു കിട്ടിയ നാട്ടുകാർക്ക് ചിലതൊക്കെ കാണാം. വേലിപ്പിള്ളച്ചന്റെ മരുമൻ വെണ്ടാനക്കാരൻ സർക്കിള് കൊലയും വിളിച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അപ്പൊ നിങ്ങൾക്ക് പരാതിയില്ല അല്ലേ? കാല് വഴുതി കല്ല തലയടിച്ച് വീണ ആരോട് പരാതിപ്പെടാൻ? എനിക്ക് പരാതിയില്ല. അത് ശരി, ചോരയ്ക്ക് ചോര പകരം വീട്ടാനാണല്ലേ? ആയിക്കോട്ടെ. ഇത് കണ്ടോ, നിങ്ങളുടെ കൊച്ചുമോൻ കുത്തിക്കീറിയിട്ട് പോയതാ, ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അവൻ ഈ കരയിലെങ്ങാനും കാല് കുത്തിയാലുണ്ടല്ലോ, കത്തി കൊണ്ട് എങ്ങനെയാ കുത്തേണ്ടത് ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുക്കും. അത് ശരി, ഇപ്പൊ പോലീസുകാരെ കത്തി കൊണ്ട് കുത്താനും പഠിപ്പിക്കുവോ? ആരെങ്കിലും പറഞ്ഞു കേട്ടെങ്ങാനും അവൻ വരുമോ അച്ഛാ? അങ്ങനെ വരുന്നേ വരട്ടെ. പോലീസുകാർ ഇടികൊള്ളാനാണ് അവന്റെ വിധി എങ്കിൽ അങ്ങനെ. ഞാൻ ആരെയും വിളിച്ചു വരുത്തുന്നില്ല. എന്താ പോരെ? ഞാൻ എന്തായാലും വീട് പോയിട്ട് വരാം. എപ്പോ വരും? ഉടനെ വരും. നീ ഇവിടെ കാണണം, പറഞ്ഞു മനസ്സിലായല്ലോ? കമലാദ, നീ ഇനി എപ്പോഴാ പോകുന്നേ? ഞാൻ വാസു കൊച്ചേട്ടൻ വന്നിട്ട് ലാസ്റ്റ് ബോട്ടിനെ പോവും. എന്താ കൊച്ചേട്ടാ? അല്ല, ബോട്ടിന് പോകാനുള്ള കാശൊക്കെ എന്റെ ഉണ്ടോ? കാശ് എന്നാ ഇത് വെച്ചോ, ബാക്കി തരണ്ട. ബാക്കി നീ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചു. അയ്യോ, എന്താ കൊച്ചേട്ടാ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ. വാങ്ങിയതാ, വാങ്ങിച്ചോ. നീയേ ആ കൂനന്താനം നായരുടെ വീട് വരെ പോയിട്ട് അയാളുടെ മോൾ ഇന്ദുവിനോട് നാളെ ഇവിടെ വരെ ഒന്ന് വരാൻ പറയണം. ഓഹോ, അതിനാണോ 10 രൂപ കൈക്കൂലി? ആരും അറിയരുത് കേട്ടോ. എന്തിനാ ഇത്ര ഒളിച്ചും പാത്തും? നാട്ടുകാർക്ക് മുഴുവൻ അറിയാം തച്ചിലേടത്തെ വലിയച്ഛന്റെ കൊച്ചുമോളാണ് ആ കൊച്ചത്. പോരെ ദീപം ദീപം ദീപം. നിനക്ക് നാളെ പഠിത്തോണ്ടോടി? ഉണ്ട്. ആ, നാളെ ഒരു ദിവസം പോണ്ടാന്ന് വെക്കുക. നിന്റെ വലിയച്ഛൻ നിന്നെ ആശുപത്രിയിലേക്ക് വിളിച്ചിരിക്കുന്നു. കടവത്ത് വെച്ച് കമലാസനം പറഞ്ഞതാ, കാലത്ത് പോവാൻ ഒരുക്കോ. അവള് പോകുന്നില്ല. തച്ചിലേടത്തെ നിലോപരയിടോ വലുത് അവളുടെ മേൽ എഴുതി തരാനായിരിക്കടി. അവകാശപ്പെട്ട മുതലല്ലേ, എന്തിനാ കളയുന്നേ? അവകാശപ്പെട്ട മുതലൊക്കെ നിങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ, അവക്കൊന്നും വേണ്ട. മേടിച്ചു, സത്യ. പക്ഷെ അവിടെ കൂടി തീരുവോ? ഇല്ല. കണക്ക് വിസ്തരിക്കാൻ നിന്ന 1 ഏക്കർ തെങ്ങും തോപ്പ്, 10 പറ നിലം, പിന്നെ ഈ വീടും പറമ്പും. വലിയ വീട്ടിലെ കുഞ്ഞ് വയറ്റിലുണ്ടാക്കി പഴപ്പിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കുന്നതിന് ഇത്രയും കിട്ടിയാൽ മതിയോ? പോരാ. നീ ഇനി എത്ര നല്ല പിള്ള ചമഞ്ഞാലും ഈ പെങ്കോച്ചിന് തന്ത ഞാനാണെന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുവോ? സച്ചിലെടുത്ത വാസുക്കുട്ടിനും നീയും തമ്മില് ഒരു ബന്ധവും ഇല്ലാന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിശ്വസിക്കുവോ? ഇല്ല. നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ വെറും ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനാണ്.
ഉഷേച്ചി മതി. എത്ര നേരം ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? കൊച്ചിനത് പറയാം. എന്റെ ആരാധകരെ എനിക്ക് ഒരിക്കലും നിരാശപ്പെടുത്താൻ കഴിയില്ല. ഓ മതി മതി. ഞാൻ കൊച്ചേട്ടൻ എഴുതുന്നുണ്ട് ഈ ആരാധകരുടെ സ്വീകരണത്തിന്റെ ഒക്കെ കാര്യം. രണ്ടും കൂടി ഇവിടെ വാചോടിച്ച് നിന്നാലേ ബോട്ട് അതിന് പാട്ടിന് പോകും. ഇന്ന് എണ്ണയുടെ കുറിപ്പടി കാശ് അച്ഛനെ നിന്ന് വാങ്ങിച്ചു. ദേ പിള്ളേര് പോകാൻ പോവാ. ഇങ്ങനെ ഇവിടെ എന്നെ എടുക്കുവാ. നിനക്ക് കാലത്ത് തന്നെ എന്നാ പണിഞ്ഞടി? പിള്ളേര് പോകുന്നതിന് ഞാൻ എന്നാ തലയും കുത്തി നിൽക്കണോ? കാശ് കൊടുക്ക്. എന്നാടി ഇനി കുറച്ചു നേരത്തിന് ചെവിയും തലയും കേൾക്കാലോ. ഇതെന്നാത്തിനുള്ള എണ്ണയാന്ന് ചോദിച്ചു. ഇതെന്തിനുള്ള എണ്ണയമ്മേ? അത് തലമുടി നരയ്ക്കാതിരിക്കാൻ. ഈശ്വരാ, സിസ്റ്റേഴ്സ് ആണോ? സിസ്റ്റേഴ്സോ? ഇതെന്റെ മമ്മിയാ. ആ വാസുകുട്ടന്റെ മോള് തന്നെ. ആ കളിയും ചിരിയും തമാശയൊക്കെ ഉണ്ട്. എന്തിനാ വല്യച്ഛ ഇന്ദുവിനോട് അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? അതെ, അവനോട് രഹസ്യം പറയാമെന്ന് വിചാരിച്ചാ. അപ്പൊ വാലെ തൂങ്ങി നീയും കൂടെ കയറി വന്നു. പിന്നെങ്ങനാ? ഓഹോ, ഇപ്പൊ നിങ്ങൾ വല്യച്ഛനും കൊച്ചുമോളും ഒറ്റക്കെട്ട്, നമ്മള് വെറുതെ കാര്യം പുറത്തും. കണ്ടോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തച്ചിലടുത്തേക്ക് കയറി വരാൻ പോണ പെണ്ണാ. എന്നിട്ട് വേണം എന്റെ കൊച്ചുകുഞ്ഞിനെ കൊണ്ട് നല്ല ഇടി ഇടിപ്പിച്ച് നിന്റെ അധികമുള്ള എല്ലാം ഓടിക്കാൻ. ഇടിക്കാൻ ഇങ്ങോട്ട് വന്നാ മതി. എന്റെ കഴുത്തിലോട്ട് താലി ഒന്ന് കേറിക്കോട്ടെ. കൊച്ചുമോനെ കൊണ്ട് ഞാൻ ഇച്ഛ എണ്ണ എഴുതിക്കും. അയ്യോ, എന്നതാ വലിയ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞേ? നീയേ ആ കഥ അങ്ങ് അടച്ച് കുറ്റിയിട്ടേര്. ഞാൻ പറയാൻ പോകുന്ന കാര്യം വീട്ടിൽ ചെന്ന് ശേഖരനോട് വല്ലതും പറഞ്ഞാണ്ടല്ലോ. ഓ, അതെന്ത് കാര്യ? ശേഖരൻ പോലും അറിയാൻ പാടില്ലാത്ത രഹസ്യം. ആ, അത് കുറച്ച് രഹസ്യം തന്നെയാ. എന്താ വലിയ കാര്യം? നീ തിരിച്ചു പോകുമ്പോഴേ ആ ഫോൺ ആഫീസിൽ കയറി ഒരു ഫോൺ ചെയ്യണം. ആർക്ക്? കൊച്ചുകുഞ്ഞിന്. അവനോട് ഇത്തരം വരാൻ പറ, അല്ലാതെ കാര്യങ്ങളൊന്നും ശരിയാവത്തില്ല. അയ്യോ, കൊച്ചേട്ടൻ വന്നാ? നീ സമയങ്ങളെ ഒരു കള്ളാസം മേനെ എടുത്തോണ്ട് വാ. അവനോട് പറയാനുള്ള ഞാൻ പറഞ്ഞുതരാം. എഴുതിയെടുത്തങ്ങ് വായിച്ചാ മതി. എടീ ഫോണിൽ കൂടെ. ഹലോ, അതെ പറയൂ. ആ, പേപ്പറും പേരായിരുന്നു, പറഞ്ഞോളൂ. പ്രിയപ്പെട്ട കൊച്ചേട്ടന്. കുട്ടി, ഞാൻ കൊച്ചുകുഞ്ഞല്ല, ബാലേന്ദ്രനാ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇത് എഴുതിയെടുത്തിട്ട് കൊച്ചേട്ടൻ വരുമ്പോ കൊടുത്താൽ മതി എന്ന് പറഞ്ഞില്ലേ? എന്റെ കുട്ടി, കൊച്ചുകുഞ്ഞിന്റെ അടുത്ത് ഞാൻ വിവരം പറഞ്ഞ പോരെ? ഈ എഴുത്തുമായനൊക്കെ വേണോ? STD അല്ലേ, കാശ് ഒത്തിരിയാകും. കാശൊക്കെ ഞാൻ കൊടുത്തോളാം. നിങ്ങൾക്ക് ഇപ്പൊ എഴുതിയെടുക്കാൻ പറ്റുമോ? ഓ ഓ ശരി, പറഞ്ഞോളൂ. പ്രിയപ്പെട്ട കൊച്ചേട്ടന് വല്യച്ഛൻ വിക്രമൻ നായർ എഴുതുന്നത്. അല്ല, ഒരു സംശയം. വല്യച്ഛൻ കൊച്ചുകുഞ്ഞിനെ കൊച്ചേട്ടാന്ന് വിളിക്കാ? അയ്യോ അല്ല, കൊച്ചേട്ടനല്ല. പ്രിയപ്പെട്ട കൊച്ചുകുഞ്ഞിന് വല്യച്ഛൻ വിക്രമൻ നായർ എഴുതുന്നത്. ഈ കത്ത് കിട്ടിയാൽ ഉടൻ ഇത്തറ്റം വരണം. എഴുതിയോ? 3-4 ദിവസത്തെ അവധി എടുത്തു പോന്നോളൂ. നീ വന്ന ആ ഷാപ്പുകാരൻ ഉത്തമൻ കള്ളക്കഴിവേറിയുടെ മോന്റെ വായിലെ അണപ്പല്ല് 4 എണ്ണം അടിച്ചു തുപ്പിച്ചാലേ ഈ വല്യച്ഛന് സ്വസ്ഥതയും സമാധാനവും കിട്ടൂ. എന്തായാലും ഈ കത്ത് കിട്ടിയാൽ ഉടൻ നീ വരണം.